ആരാ ചേച്ചി? അങ്ങനെ ചോദിച്ചാ എന്റെ ഏട്ടന്റെ മുറപ്പെണ്ണായിട്ട് വരും. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് അവര് പാലക്കാടാ. അതുമല്ല, ചേച്ചി ഇവിടേക്കൊന്നും വരാറില്ല. അതെന്താ? അവിടെ ചേച്ചി മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മുത്തശ്ശിക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാറുണ്ട്. ഓ, അല്ല, ഈ അലി ചേച്ചി ആളെങ്ങനാ? അതൊരു ഒന്നൊന്നര ഐറ്റാണ് മോളെ. ഈ ട്രഡീഷണൽ ബ്യൂട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഐറ്റം. എന്ത് ഭംഗിയെന്നറിയോ. പിന്നെ അത്രയ്ക്കൊന്നും കാണൂല. അയ്യോ സത്യം, നീ ഇത്രയും മുടിയുണ്ട്. കണ്ണൊക്കെ നല്ല ബ്രൗൺ കളറാ. സാരി കൊടുത്ത് വരുമ്പോ ശരിക്കും ഒരു ദേവിയെ പോലെ. പിന്നെ സൗണ്ടിനെ പറ്റി പറയാനാണ്, അതൊരു രക്ഷയില്ല എന്റെ കുഞ്ഞേച്ചി. നല്ല അടിപൊളി സിംഗറാ. ഓ, നിന്റെ ഏട്ടനോട് നല്ല കൂട്ടാണോ? ആണോന്നോ? അവര് നല്ല കൂട്ടാ. ഏട്ടന് പറ്റിയ കമ്പനിയാ ചേച്ചി. അതെന്താ? എപ്പോ നോക്കിയാലും വായന, ബുക്ക്, എഴുത്ത്, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അതുകൊണ്ട് ഏട്ടനായിട്ട് സെറ്റായി പൊക്കോളും. ഓ, അങ്ങനെ. സത്യം പറയാലോ കുഞ്ഞേച്ചി, അല്ലി ചേച്ചി എന്റെ ഏട്ടത്തെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ആന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ. ഓ, മതിയല്ലേ പുരാണം, ഞാൻ പോവാ. ഏ കുഞ്ഞേച്ചി, പോവല്ലേ, നിക്ക്. ഞാൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞില്ല. നീ അവിടെ നിന്ന് മൊത്തം പറഞ്ഞോ, ഞാൻ പോവാ. നിന്റെ പണി ഏൽക്കുന്നുണ്ട്. അപ്പൊ ഏട്ടന്റെ മാത്രല്ല, അനിയത്തിയുടെ ഫേവറേറ്റ് ആണ് ആള്. സമ്മതിക്കൂല ഞാൻ. ഇനി ആ ചേച്ചിനെ വല്ലതും വാദ്യർക്ക് ഇഷ്ടമായിരിക്കുമോ? ഇനി ആണെങ്കിലോ? നല്ല സൗണ്ടൊക്കെയാ. പിന്നെ മാള് പറഞ്ഞത് കേട്ടില്ല. മനുഷ്യൻ ഇവിടെ ഒടപടലം തേഞ്ഞിരിക്കുന്ന നേരത്തെ തോരാണാവോ. നീ ഇത് എവിടേക്കാ കുഞ്ഞാ ഓടുന്നേ? ഇപ്പൊ വരാം. രേവമ്മേ, രേവമ്മേ. കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നോക്ക്. ആ പോക്കിൽ എന്തോ ഉണ്ടല്ലോ. രേവമ്മ ഒന്ന് ഓടി വാ. എന്താ പെണ്ണെ, നീ എന്തിനായി കിടന്ന് ഒച്ചയെടുക്കുന്നേ? വാ, പറയാ. നീ കാര്യം പറ കുഞ്ഞാ. രേവമ്മേ, നമ്മൾ അന്നത്തെ റെസിപ്പി ഇല്ലേ, ടൊമാറ്റോ റൈസും മോരും? ആ, അതിനെന്താ? ആ, അത് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. എന്റെ ഈശ്വര, നീ എന്ത് പണിയാ കാണിച്ചേ കുഞ്ഞാ? അയ്യോ, ഞാനൊന്ന് പറയട്ടെ. ആ, എങ്കി പറ. ആ, അപ്പൊ ഞാനത് ഇൻസ്റ്റയിൽ ഇട്ടു. ഇപ്പഴേ നോക്ക്, അതിനെന്തോരം ലൈക്ക് ഷെയർ കിട്ടേക്കണേന്ന്. ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാ ദേ ഈ കമന്റാ. ദേ ഈ കമന്റ് നോക്ക്. നമ്മളെ റെസിപ്പി കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ആയതൊക്കെ. എനിക്ക് വയ്യ. അന്ന് ഞാനത് ഉണ്ടാക്കി തന്നപ്പോ എങ്ങുമില്ലാത്ത പുച്ചക്കായിരുന്നല്ലോ. ഇതിത്ര ക്ലിക്കാണെന്ന് ഞാൻ ഓർത്തില്ല. എന്താ? ആ, നിനക്കല്ലായിരുന്ന ഏറ്റവും പുച്ഛം. ദേ ഇപ്പൊ നോക്ക്, ഉണ്ടാക്കിയവരെ അവർക്ക് ഇഷ്ടായെന്ന് പറയണോ? എവിടെ നോക്കട്ടെ. എന്നാ ഞാൻ വീട്ടിലേക്ക് പോരാമേ, ഞാനിത് കാണിക്കാൻ വന്നതാ. ഇതെന്ത് പറ്റി? ആ, എന്നാ ചെല്ല്, ഞാനെന്റെ പണി തീർക്കട്ടെ. ആ, എന്റെ കയ്യിൽ വിടറി. എന്താ കാര്യം? എന്ത്? കുഞ്ഞേച്ചി കാണിക്കല്ലേ, എന്തിനോട് പിണക്കം? ആർക്ക് പിണക്കം? നീ ഒന്ന് പോയേ. ഓ, അപ്പൊ പിണക്കില്ല. എന്നെ പിടിച്ച് പറ പിണക്കില്ലാന്ന്. ഓ, ഞാൻ എനിക്ക് അല്ല ചേച്ചിനെ ഇഷ്ടം പറഞ്ഞതുകൊണ്ടാണോ? അല്ല. എന്നെ പിടിച്ച് സത്യമായിട്ട് പറ. നീ ഒന്ന് പോയേ മാളു. ആ, അപ്പൊ അത് തന്നെ കാര്യം. എന്റെ കുശുമ്പി കുഞ്ഞേച്ചി,
ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എനിക്ക് എന്റെ കുഞ്ഞേച്ചിയെ തന്നെയല്ലേ ഏറ്റവും ഇഷ്ടം. ഓ ആ സത്യാന്നേ. പിന്നെ അല്ല ചേച്ചിനെ ഇഷ്ടമാ. അതൊരു പാവ. നിനക്ക് ഇഷ്ടപ്പെടാലോ, നിന്റെ ഏട്ടത്തിയായിട്ട് വരാൻ പോകുന്ന ആളല്ലേ. എന്റെ മണ്ടൂസേ, അതൊക്കെ വിശ്വസിച്ചോ? പിന്നെ ശരിയാ, ഏട്ടനെ മുറപ്പെണ്ണ തന്നെയാ. പക്ഷെ ഏട്ടൻ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതുപോലെ എന്റെ അല്ല ചേച്ചിനെയും കാണുന്നത്. നീ കള്ളൊന്നും പറയണ്ട. ആ കാര്യം പറഞ്ഞതാ. അല്ല ചേച്ചിക്ക് അച്ഛനൊന്നുമില്ല, പിന്നെ സിബ്ലിങ്സും ഇല്ല. അതിന്റെ ഒരു സ്നേഹമാണ് ഏട്ടനുള്ളത്. ഓ അപ്പൊ ആ ചേച്ചിക്കും മാധവേട്ടനോടൊന്നുമില്ലേ? മാധവേട്ടനോട് കുന്തം. ഒന്ന് പോയേ. അവര് ശരിക്കും ആംഗലേയും പെങ്ങളുവാ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് കസിൻ കാണൂലേ, അങ്ങനെ ഏട്ടനുള്ള കസിനാണ് ചേച്ചി. അത്രേ ഉള്ളൂ. പിന്നെ ഈ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കൂ? ഇപ്പൊ എന്നോടുള്ള പണക്കം പോയോ? ഇല്ല. ഹേ കുഞ്ഞേച്ചി, അപ്പൊ അല്ല ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവർ തമ്മിൽ നല്ല കൂട്ടാന്ന്. നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വരും എന്റെ മാധവേട്ടാ. നോക്കി നടന്നൂടെ നിനക്ക്? ഇത് എന്റെ കോൺഫിഡൻസ് അല്ല, എന്റെ അഹങ്കാരാണ്. ഇവളിപ്പ എന്താ പറഞ്ഞിട്ട് പോയോ? അതെ വാഗ്യാരെ, എന്റെ കാര്യം എന്നാ പരിഗണിക്കുന്നേ? നീ പോയില്ലേ? പോയിട്ട് വന്നതാ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഇതിനുള്ള മറുപടി ഒരു 500 തവണ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും പിന്നെ എന്തിനാ ഇത് തന്നെ പറഞ്ഞു വെറുപ്പിക്കുന്നേ? നിനക്കിത് നിർത്താനുള്ള പ്ലാൻ ഒന്നുമില്ലേ? സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിരിയുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെ സമ്മതം ആവശ്യമില്ല. കുത്തിക്കുന്ന കുറെ റീല് കണ്ടുകൊണ്ട് കുറച്ച് ഉപകാരം ഉണ്ടായി. ഇതിലെങ്കിലും അങ്ങേരൊന്ന് വീഴണ ഈശ്വരാ. എന്നാൽ ഈ സാധനം ഇത്രയും ക്ലിക്കായോ? ഈ കമന്റ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ ഒരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റുമോ? പറ്റും. അതേതാ അശരീരി? ഓ ഈ അശരീരിയായിരുന്നു. അല്ല നീ എന്താ പറ്റുന്ന് പറഞ്ഞേ? അല്ല, കുഞ്ഞേച്ചിക്ക് പറഞ്ഞില്ലേ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുത്ത ഒരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റുമെന്ന്. അതാ പറഞ്ഞ പറ്റുന്ന. ഓ അത് നിനക്കെങ്ങനെ അറിയാം? അതെന്നോട് കിങ്ങിണി പറഞ്ഞതാ. ഏത് കിങ്ങിണി? അതെന്റെ ഗേൾഫ്രണ്ടാ. ഗേൾഫ്രണ്ടോ? ഐ മീൻ ഫ്രണ്ട്. നിനക്കും പ്രേമോ? ട്രൂലബ. ഓ കോഴി. പോകുന്നേച്ചി, എനിക്ക് നാളെ വരുന്നത്. അല്ല എന്നിട്ട് നിന്റെ കിങ്ങിണി എന്തു പറഞ്ഞു? അവള് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ആർക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന പറയണ. ഓ അങ്ങനെയാണോ? ആന്നേ. ഇത് വല്ല ട്രാപ്പാണോടാ? ട്രാപ്പോ? കുഞ്ഞേച്ചി, ഞാൻ അങ്ങനെ ചെയ്യുവോ?
നീ അങ്ങനെ ചെയ്യൂ. പക്ഷെ ഇത് പകൽ പോലെ സത്യമാണ്. എന്നൊന്ന് നമ്പടി. നിന്നെ നമ്പി നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. സംശയമുണ്ട്, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. ട്രൈ പണി പാക്കണം. എങ്ങാനും വീണാലോ? ഇവിടെ വേണ്ട, മുത്തശ്ശി സമ്മതിക്കൂല. നേരെ മാളുവിന്റെ അടുത്തേക്ക് തന്നെ പോകാം. ഞാൻ ഇതൊരു കലക്ക് എന്റെ മാധവേട്ടോ. ഈശ്വര, കാവടി തുള്ളിയാ പോണത്. ഇത് ട്രാജഡി ആവാതെ തിരിച്ചു വന്നാ മതിയായിരുന്നു. കുഞ്ഞേച്ചി, രമയുടെ അമ്മ ഏട്ടനോട് അമ്പലത്തിൽ പോയി. അന്നദാനത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യാനുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ഇതാണ് പറ്റിയ സമയം. കുഞ്ഞേച്ചി എന്നോട് എപ്പോഴും വഴക്കാണോ? ആണെങ്കിൽ ഇതെന്ത് കഷ്ടമാ. അല്ല, ഈ പിണക്കം മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ നീ ചെയ്യോ? ചെയ്യാം. നീ പറയണ പോലെ ടൈം ആവുമ്പോ ഞാനത് പറയാം. ഇപ്പൊ തൽക്കാലം ഫോളോ മീ. എങ്ങോട്ട്? നോ മോർ ക്വസ്റ്റ്യൻസ്. ഇന്ന് നീ എന്റെ അസിസ്റ്റന്റ് ആണ്. ഇതും പറഞ്ഞ അടുക്കളയിലേക്ക് എന്തിനാ പോകുന്നേ? മോൺ മാളു, കോൺസെൻട്രേഷൻ കളയല്ലേ. ഓക്കെ ഓക്കെ. എന്തിനുള്ള പരിപാടിയാണോ എന്റെ ദേവിയെ? ഇവിടുത്തെ ചട്ടി എവിടെ? ചട്ടിയോ? ആ, ചട്ടി. നീ കേട്ടിട്ടില്ലേ? അതപ്പുറത്തുണ്ട്. അതെന്തിനാ? കുഞ്ഞേച്ചി വല്ലതും ഉണ്ടാക്കാൻ പോവാണോ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? നീ പോയി എടുത്തിട്ട് വാ. എവിടെ റെസിപ്പി എവിടെ? എന്റെ പൊന്നി യൂട്ടുകൊമ്മിച്ചി, ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. പാളി പോകാതെ കാത്തോണേ. ഇതെന്താ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവാണോ? യെസ്, ഇന്നത്തെ സ്പെഷ്യൽ എന്റെ കുക്കിംഗ് ആണ്. അത് വേണോ? അമ്മ പൊന്നുപോലെ കൊണ്ടുപോകുന്ന അടുക്കളയാ. ഐഷ്, നീ ഇങ്ങനെ തളർത്തല്ലേ. മാറിക്കേ, സാധനമൊക്കെ എടുക്കട്ടെ. അയ്യോ കുഞ്ഞേച്ചി, അത് ഉപ്പാ. അതെനിക്കറിയാം. നിനക്കറിയാവോന്ന് ഞാനത് ടെസ്റ്റ് ചെയ്തതാ. ഓഹോ, അല്ല എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട വേണ്ട, എന്നിട്ട് ക്രെഡിറ്റ് നിനക്കും കൂടെ എടുക്കാനല്ലേ. നടക്കൂല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം. പിന്നെ എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് ഉണ്ട്. കുഞ്ഞേച്ചി, ഇത് ഇത്രയൊക്കെ വേണോ? ആ, നീ കേട്ടില്ലേ ആവശ്യത്തിനെന്ന് പറഞ്ഞത്? നമുക്ക് ഇത്ര ആവശ്യമുണ്ട്. ഈശ്വര, ഇത് ഞങ്ങൾ സന്തുഷ്ടനാണല്ലോ. ദൊഡ്ഡലി പോലെ ആവോ? കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. ഇനി ഇതെടുത്ത് ഷുഗർ സിറപ്പ് ഇടുമ്പോൾ പണി കഴിഞ്ഞു. അയ്യോ, എന്താണ്ടായി? നീ പേടിച്ചു പോയോ? എന്റെ കുക്കിങ്ങിന്റെ സമയത്ത് ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആണല്ലേ? അയ്യോ, ഓടിക്കോടി മാളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന്. ഇതിങ്ങനെയല്ല, ഞാൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാ. എന്ത് പൊട്ടിത്തിരിക്കാനോ? കാണാൻ പോണ പൂരം പറഞ്ഞപ്പോ ഇതൊരു പൂരപ്പുറമാക്കുന്നു ഞാൻ കരുതിയേയില്ല. എനിക്കിനി ജീവിക്കണമെന്ന് കൊതിയുണ്ട്. ഞാൻ പോട്ടെ. പോയാ? അയ്യോ, ഇത് പിന്നെയും പൊട്ടിത്തെറിക്കുന്നു. ഇതൊന്ന് ഓഫ് ആക്കണല്ലോ ഈശ്വര. സേഫ്റ്റി മുഖ്യം. അല്ലെങ്കിൽ ഇത്തവണ നമ്മൾ തകർക്കും. നമുക്ക് ടൗൺ വരെ ഒന്ന് പോണം. ഞാൻ പോയിട്ട് അതിന്റെ ലിസ്റ്റ് എടുത്തിട്ട് വരാം. എന്തോ സ്മെല്ല് വരുന്നില്ലേ? ശരിയാണല്ലോ. അയ്യോ, ഗ്യാസ് ഞാൻ ഓഫ് ആക്കിയതാണല്ലോ. ദേവിയെ, അതാ പറക്കുന്നു. അയ്യോ, അതെങ്ങോട്ടാ പറന്നു പോകുന്നേ? അയ്യോ രാമൻകുട്ടി. ആരുടെ കണ്ണെടുത്ത് പറഞ്ഞത്? എന്റെ ഈശ്വര, എന്റെ അടുക്കള.
കുഞ്ഞാ ചെറുതായിട്ടത് പാളിപ്പോയി. അമ്മേ, എന്റെ ഹെൽമെറ്റ് കണ്ടോ? ദേ അങ്ങോട്ട് നോക്ക്. ഹായ്. ഇതെന്താ ആ ഗ്യാസ് ഓഫ് ചെയ്യ്. കുഞ്ഞാ, നിന്നോട് ആരാ ഈ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞേ? അത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നെങ്കിലോ? മാളു, എന്തോ നീയും കൂടെ കൂടിയിട്ടാണോ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്? അമ്മ, ഞാൻ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, 1/2 മണിക്കൂർ തരും. അതിനുള്ളിൽ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തോണം. നിനക്കൊക്കെ പറ്റുന്ന പണിക്ക് പോയാ പോരെ. അല്ല, ഇതെന്ത് സംഭവം? ഗുലാബ് ജാമുനാണ് ഉദ്ദേശിച്ചത്. കുഞ്ഞാ, സോറി. മാധുവിടെ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ട്. തീർന്നു. മാധവേട്ടാ, സോറി. എന്ത് ചെയ്താലും ഈ ഒരു വാക്ക് പറഞ്ഞാ മതിയോ നിനക്ക്? അല്ല, നിനക്ക് മാത്രം എന്താ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? മാധവേട്ടാ, ഞാൻ 10-20 വയസ്സായതിന്റെ പക്വതെങ്കിലും കാണിച്ചൂടെ നിനക്ക്? ഇപ്പൊ തന്നെ ഞങ്ങളാരും ഇവിടെ ഇല്ലായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ആര് സമാധാനം പറയും? നിനക്കെല്ലാം ഒരു കുട്ടിക്കളിയാണ്. അതെങ്ങനെയാ? എല്ലാരും കൂടെ തലയിൽ കൊണ്ട് നടക്കല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എല്ലാത്തിനും ഒരു പരിധി ഇടുകാവ്യ. നീയോ ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നു. എന്റെ മാളുവിനെ കൂടെ അതിലൊന്നും വലിച്ചിടരുത്. എന്റെ കൺമുന്നിൽ നിന്ന് മാറുന്നേ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. സോറി. ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ കരുതിയില്ല. എടാ മാധു, കൊഞ്ചിക്കടാ, ഇനി ഇങ്ങനെ എടുത്ത് തല വെക്കേ. അപ്പോഴല്ലേ ഇതിലും വലുതൊക്കെ കാണിച്ചു കൂട്ടൂ. ഓരോന്ന് കാണിച്ചു കൂട്ടി വെച്ചിട്ട് മാറി നിൽക്കാം അങ്ങോട്ട്. 10 മിനിറ്റ് ഞാൻ തരും. അതിനുള്ളിൽ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കണം രണ്ടും. ഞാൻ ആരാ ഏട്ടാ? ഇങ്ങോട്ട് വാടാ, അവൻ ആകെ കലിപ്പില. കുഞ്ഞോ, ഒന്നുമില്ല കിച്ച, ഞാൻ വീട്ടിലേക്ക് പോവാണേ. മാളു, നീ അവളെ ശ്രദ്ധിച്ചേക്ക്. അതെ, ആ പോക്ക് കണ്ടത്ര പന്തിയല്ല. ഞങ്ങളിന്ന് കമ്മിറ്റിക്ക് പോയിട്ട് വരാം. എന്തായി കുഞ്ഞേച്ചി? കുഞ്ഞേച്ചി, എന്താ കുഞ്ഞേച്ചി? ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ വിചാരിച്ചുള്ളടക്കി മൂട്ട. ഞാനതൊക്കെ ചെയ്തത് ഇഷ്ടം കൊണ്ടല്ലേ. എന്റെ തെറ്റ് തന്നെയാ. പക്ഷെ മാധവേട്ടൻ പറയാ ഞാനോരൊന്നും ചെയ്തിട്ട് മാളൂനെ കൂടെ അതിലേക്ക് വലിച്ചിടുവാന്ന്. ഞാൻ അങ്ങനെ ചിന്തിക്കുവോ? സ്വന്തം നേരം എന്റെ അനിയത്തിയല്ലേ അവള്. ഞാൻ അങ്ങനെയല്ല അവളെ കൊണ്ട് നടക്കുന്നെ. അപ്പൊ അവക്ക് എന്തെങ്കിലും പറ്റാൻ ഞാൻ ആഗ്രഹിക്കോ? കുഞ്ഞേച്ചി, സാരിയില്ലടാ, എല്ലാം എന്റെ എടുത്തിയാട്ടത്തിന്റെയാ. ഇതുകൊണ്ടൊക്കെ ആവൂല്ലേ അമ്മയും മുത്തശ്ശിയൊക്കെ പറയണേ ഒന്നും എടുത്തിയാടി ചെയ്യരുതെന്ന്. പക്ഷെ ഞാനതേ ചെയ്യാറുള്ളൂ. ഞാൻ കാരണം ആളുവിന് ഇനി ഒന്നും സംഭവിക്കില്ല. കുഞ്ഞേച്ചി, മാളു, ഇവിടെ വാ. കുഞ്ഞേച്ചി, എന്താ കുഞ്ഞേച്ചി, എന്തിനാ കരയണേ? നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
എന്താ ഇത്? എന്തൊക്കെയാ കുഞ്ഞേച്ചി പറയണേ? നീ എന്റെ അനിയത്തിയല്ലേ? ഞാൻ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ വരെ കൊണ്ടു നടക്കുന്നത്? ആ അതേലോ. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ കുഞ്ഞേച്ചി ഉണ്ടായേ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കില്ലേ? പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ നോക്കൂ. എന്നിട്ടും മാധവേട്ടൻ പറഞ്ഞത് ഏട്ടൻ ഏട്ടൻ എന്താ പറഞ്ഞേ? സത്യമായിട്ടും ഇതിങ്ങനെയൊക്കെ ആവും ഞാൻ വിചാരിച്ചില്ലടി. നീയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങനെ കരകളെ കുഞ്ഞേച്ചി, എനിക്ക് സങ്കടാവുന്നു. ദിവസങ്ങൾ ഇങ്ങ് അടുത്തോണ്ടിരിക്കുക. എല്ലാ കാര്യത്തിലും നമ്മളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ വേണം. അതെ, അതുകൊണ്ട് ഇത്തവണ നമ്മളൊരു ഡിസിപ്ലിൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഡിസിപ്ലിൻ കമ്മിറ്റിയോ? ഉത്സവമാണ്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ചെറിയൊരു കാര്യം മതി പല വലിയ പ്രശ്നങ്ങളുണ്ടാവാൻ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് കുറച്ചു പേരെ വേണം. അത് ശരിയാ. നമുക്ക് ചെറുപ്പക്കാർ പിള്ളേർ കുറച്ചു പേരുണ്ടല്ലോ, അപ്പോ അവരെല്ലാം ചേർത്തുള്ള ഒരു കമ്മിറ്റി ആയിരിക്കും ഇത്. എടാ, വഴിയെ പോണ ഏതോ വയ്യാതെ ഒരു ഫ്ലിപ്പ് പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. മിണ്ടാതിരിയടാ. മാധു അമ്പൽ കമ്മിറ്റിയിലുള്ളതുകൊണ്ട് അവനെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കിച്ചുവിനെ അനന്തുവിനെയാണ് ഞാൻ ഈ കാര്യം ഏൽപ്പിക്കുന്നത്. ഐ സബാഷ്, കണ്ട ഞാൻ പറഞ്ഞില്ലേ. ഓ, അപ്പൊ ഇതായിരുന്നു അന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ. എന്താടാ? നിങ്ങൾ വന്നു കഴിഞ്ഞ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. ആ ബെസ്റ്റ്. എന്നുവെച്ച് മാധു ഇതിലില്ലാന്നല്ല, അവനും ഉണ്ട്. പക്ഷെ അവൻ എന്തെങ്കിലും തിരക്ക് വരുന്ന സമയം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ രണ്ടുപേരുടെ ആയിരിക്കും. ആ ഇപ്പൊ കറക്റ്റ്. നീ ഉണ്ട് മോനെ. ഇതിന്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മാധു, ഞാൻ വീണ്ടും പറയാം, എല്ലായിടത്തെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ മൂന്നാളും വിശ്വസിച്ച ഞാൻ ഈ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ആ അച്ഛാ, കള്ളന്റെയിലാണല്ലോ ഈശ്വര താക്കോല് കൊടുക്കുന്ന ഇവനെ കൊണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം കൃഷ്ണച്ച. എടാ, അവരുടെ പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ ഓക്കെ അല്ലേ? എനിക്കെങ്ങും അറിഞ്ഞൂടാ. ഇവനിതെന്ത് പറ്റിയടാ? അതൊക്കെ പറയാം, ലോങ് സ്റ്റോറിയാ. എവിടെ നമ്മുടെ ആള്? അവള് മുറിയിലുണ്ട്. ഹലോ, മിസ് കാവ്യദാസ്. ചേടാ, നീ കാണിച്ച കുരുത്തക്കേട് നിനക്ക് വഴക്ക് കിട്ടിയതിന് എന്നോട് പിണങ്ങുന്നത് എന്തിനാ? ശരിക്കും നിനക്ക് രണ്ടാടിയുടെയും കൂടെ കുറവുണ്ടായിരുന്നു. ഇനി കിച്ചന് തന്നെ വഴക്ക് പറയാൻ വന്നാണോ? അല്ല, ദേ ഇത് തരാൻ വന്നതാ. എന്ത്? നീ ആദ്യം ഒന്ന് എണീക്കേ. ആ, ദേ ഇത് നിനക്ക് അമ്മ തന്നു വിട്ടതാ. ഉത്സവമൊക്കെ അല്ലേ, അപ്പച്ചിയുടെ വക ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് തന്നു വിട്ടതാ. ഹാപ്പി? ഹാ, എന്നിട്ടാ മുഖത്തൊരു തെളിച്ചില്ലല്ലോടി. ഈ മതിയോ? ഇതെന്താ, സാരിയാണോ? ഹാഫ് സാരി. ഓ ആ, പിന്നെ നീ ഇത് കൊടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നാളെ സൺഡേ അല്ലേ, നീ ഇതിന്ന് ഒരെണ്ണം എടുത്തു കൊടുത്ത് നാളെ അമ്പലത്തിലൊക്കെ ഒന്ന് പോ. നാളെയോ? നാട്ടിലൊക്കെ വന്നാലെങ്കിലും ഒന്ന് അമ്പലത്തിലൊക്കെ പോടി. ഓ പോയി നന്നാവ് എന്നെ പോലെ. എന്തോ? എങ്ങനെ? അല്ല, അമ്പലത്തിലൊക്കെ ഒന്ന് പോവാൻ വേണം, ഞാനും വരാം. ശരിക്കും? പിന്നല്ലാതെ, നമുക്ക് പോടി. നീ ഡ്രസ് ഇട്ട് നോക്കിയോ?
അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആ, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. ഓ, എങ്കിൽ അത് രവമേടെ കൊടുത്താൽ മതി. ഉം. രേവമ്മേ, എന്തേ? എന്നോട് ദേഷ്യാണോ? എന്തിന്? അത് ഞാനിവിടെ അങ്ങനെയൊക്കെ ചെയ്തോണ്ട് എന്നോട് ദേഷ്യാണോ? ആണെങ്കിൽ സോറി. എനിക്ക് ദേഷ്യം വന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എന്റെ ഈ കുറുമ്പിയോട് എനിക്ക് അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ? അല്ല, എന്തിനാ വന്നേ? ഇതെന്താ ഈ കയ്യില്? ഇതൊരു സാരി ബ്ലൗസാ, അപ്പച്ചി വാങ്ങി തന്നതാ. ഇതൊന്ന് ഷേപ്പ് ആക്കണം. കിച്ചണിൽ ഞാൻ നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട്, അപ്പൊ ഇടാനാ. ആഹാ, ആണോ? എവിടെ നോക്കട്ടെ. മാള് എവിടെ? അവള് മുറിയിൽ കാണും. ആ, മാധവേട്ടനോ? എന്തിനാ? അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ നിനക്ക്? പോരെ അമ്മേ. അവൻ അമ്പലത്തിൽ പോയതാ. അവർ അച്ഛനും മോനും അമ്പല കമ്മിറ്റിയിലൊക്കെ ഉള്ളതല്ലേ. ഇനി ഉത്സവം കഴിയണ അവരെ കാണാൻ കിട്ടൂല. ആണോ? എപ്പോഴും ഇനി അമ്പലത്തിൽ പോയിട്ട് വരാ? അതൊക്കെ ഒരു നേരാവും മോളെ. ചിലപ്പോ വെളുപ്പിനൊക്കെ ഇനി വരൂ. അല്ല, ഇതൊന്നും നിനക്കറിയാത്തതല്ലോ. ദേ, ഇതൊന്ന് ഇട്ട് നോക്കിട്ട് ശരിയായോ നോക്ക്. ആ, കിച്ചാ, എനിക്കപ്പോഴേ അറിയായിരുന്നു ഇതിങ്ങനെ നടക്കൂന്ന്. ഇന്നലെ എന്തായിരുന്നു ഡയലോഗ്? കിടക്കണ കിടപ്പ് നോക്ക്. കിച്ച, എണീക്കുന്നുണ്ടോ? ഞാനൊന്ന് ഉറങ്ങട്ടടി. എന്നോട് പോവാന്നും പറഞ്ഞ് റെഡി ആക്കിച്ചിട്ട് നമുക്ക് നാളെ പോകാം. ഇതിനെ കൊണ്ട് പോ, ഞാൻ തന്നെ പൊക്കോളാം. അല്ല, ഇതാര്? ഇതെന്തു പറ്റി? മുഖം എങ്ങനെ ഇരിക്കുന്നേ? ഇന്നലെ എന്റെ കൂടെ വരാന്ന് പറഞ്ഞ ആളത് ഇപ്പൊ പോത്ത് പോലെ കിടന്നുറങ്ങുവരാമ. ആര്? കിച്ചുവോ? ആ, മര്യാദക്കിരുന്ന് എന്നെ പോകാന്ന് പറഞ്ഞ് റെഡിയാക്കിച്ചിട്ട് ഇപ്പൊ എണീക്കുന്ന പോലുമില്ല. അത് ശരി. നാളെ എവിടെ? ഇന്ന് ഞായറാഴ്ചയല്ലേ, അവൾ ഡാൻസ് ക്ലാസ്സിന് പോയി. അമ്പലത്തിലെ പരിപാടിയൊക്കെ ഉള്ളതല്ലേ. ഓ, അമ്മ, എന്നാ ഞാൻ ഇറങ്ങുക. ആ, അല്ല, നീ അമ്പലത്തിലേക്കല്ലേ പോകുമ്പോ കുഞ്ഞിനെ കൂടെ ഒന്ന് കൊണ്ടുപോക്കോ. അതൊന്നും പറ്റില്ല. വേണ്ട രാമ, ഞാൻ നടന്നു പൊക്കോളാം. മാധു. ഓ, ശരി ശരി. ഡി, ഒന്ന് കേറ്. പോട്ടെ, അവന്മാരോട് അങ്ങോട്ട് പോരാൻ പറ. ആ, പോയിട്ട് വാ. ഇങ്ങനെയിരുന്നത് മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോകണം. ഇന്നലത്തെ ദേഷ്യാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം മിസ്റ്റർ. അല്ലാണ്ട് മനുഷ്യനിങ്ങനെ പേടിപ്പിക്കല്ല വേണ്ടത്. അതെ, ഒന്ന് പതിയെ പോവോ? എന്താ? അല്ല, ഒന്ന് പതിയെ പോവാൻ. അല്ല, അവിടെ ചെല്ലുമ്പോ ബാക്കിൽ ഞാൻ കാണൂല. കാണണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പോയോ?
ഡി ഇനി അതിലോട്ട് തലകുത്തി വീഴാത്ത കുറവേ ഉള്ളൂ. എന്നിട്ട് അതെന്റെ തലയിൽ എടുത്തു വെക്ക്. നീ എങ്ങനെയാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ വെള്ളാമ്പല്. ആ അമ്പല് കയറി പോടി. പറ്റൂല, എനിക്കത് വേണം. കാവ്യ, നീ കേറി പോകുന്നുണ്ടോ ഇല്ലയോ? മാധവേട്ട പ്ലീസ്, ഞാൻ ഒരെണ്ണം പറിച്ചിട്ട് വന്നോളാം. ഓ ഞാനത് മറന്നു. മാഡത്തിന് വാശി കഴിഞ്ഞല്ലേ എന്തോ ഉള്ളൂ. എങ്കിൽ എനിക്ക് വേണ്ട. അയ്യോ വേണ്ട, ഞാൻ പറിച്ചു തരാം. മാഡത്തിന്റെ വാശി ജയിക്കട്ടെ. കുഴപ്പമില്ല, എനിക്ക് വേണ്ട. മിണ്ടാതെ ഇവിടെ നിന്നോണം. പിടിക്ക്. ഏത് നേരത്താണോ ഇതിനൊക്കെടുത്ത് തലയെ വെക്കാൻ തോന്നിയത്? മാധു, ആ നിങ്ങൾ വന്നോ? അനന്തോ, അവളെ ഒന്ന് വീട്ടിലേക്ക് ആക്കിയേക്ക്. ആ കിച്ചു, നീയില്ലേ മാളുവിന് ഡാൻസ് ക്ലാസ് ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം. ആ എന്നോട് രേവമ്മ പറഞ്ഞിരുന്നു. ഞാനിപ്പോ തന്നെ പോടാ. മാധുരി, ആ ഉത്സവം കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിന്റെ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പൊക്കോളൂ. அவ்வாறு நோக்கினால் எவ்வாறு நானுவேன், கண்ணாடி முன்னில் நின்று பார்த்து கொண்டேன். ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன். எதிர்பாராமலே பின்னிருந்து வந்து என்னை பம்பரமாய் சுழற்றி விட்டு உலகுண்டா பெருவாயில் எந்த வாயோடு வாய்ப்பதித்தான். இங்கு பூலோகம் என்றொரு பொருள் உள்ளதை இந்த பூங்கோதை மறந்தாலடி. ആഹാ, ഇതാര്? ഡാൻസർ മാധുരി കൊള്ളാം. അല്ല, എന്താ ഈ വഴി? ചുമ്മാ ചുമ്മാതെ ഞാൻ അമ്പലത്തിലേക്ക് പോരാറിഞ്ഞതാ. അപ്പൊ രേവമ്മ പറഞ്ഞു നിന്നെ ഒന്ന് കൂട്ടിയിട്ട് പോരാ. വന്നപ്പതേ സാക്ഷാൽ മാധുരി കൃഷ്ണയുടെ നൃത്തം. അത് കണ്ടങ്ങ് നിന്ന് പോയതാണേ. ഓഹോ, എന്നിട്ട് എങ്ങനെയുണ്ട് ഡാൻസ്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അതെ, അത് ഇത്ര അടുത്ത് വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കീപ് ഡിസ്റ്റൻസ്. ഞാൻ ഏട്ടനോട് പറയൂട്ടോ. ഓ അപ്പടിയാ? ചേട്ടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ കളിയാക്കുമ്പോ തമിഴും പറഞ്ഞ് വരരുതെന്ന്. ഉനക്ക് തമിഴ് പുരിയാതാ? ഞാൻ പറഞ്ഞു നീങ്ങിരിക്കാൻ. മുടിയാതെ. ഓയ്, ഞാൻ യാത തങ്കച്ചിന്ന് തെരിയൂല്ല? തെരിയുമേ, നല്ലാതെ തെരിയും. ചേട്ടാ, ഇഞ്ചീട് പഴകി മഞ്ചേവ പഴകി. ഇയാള് ശരിയല്ല. മറക്കമനം ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? ആ ഓക്കെ, സ്റ്റേജിൽ കയറുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയാ മതിയായിരുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ പരിപാടി? ഞങ്ങള് പ്രാക്ടീസിന്റെ കാര്യം പറയായിരുന്നു. അതെ, ഉത്സവമൊക്കെയാണ്. കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസാ ഒന്ന് അടിച്ചു പൊളിക്കാൻ. അതുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ കളിക്കണം. ഓ, ആനന്ദറാമിനുള്ളിലെ ഡാൻസ് മാസ്റ്റർ ഉണർന്നല്ലോ. യെസ്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഡാൻസ് മാസ്റ്റർ. രാമൻകുട്ടി,
ആ പുച്ഛിച്ചോടി, പുച്ഛിച്ചോ. എന്റെ ഒക്കെ കൂടെ ഒരു ഡാൻസ് ചെയ്യാൻ നിന്നെ കൊണ്ടൊന്നും ആവൂല. അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്നാ ഞങ്ങൾ ചാലഞ്ച് ചെയ്യുന്നു, ഞങ്ങളെ കൊണ്ട് പറ്റും. എന്നാ ഈ ഉത്സവത്തിന് ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ ഡാൻസ് കളിക്കണം. പറ്റുമോ? നിങ്ങളുടെ കൂടെയോ? ആ, നമ്മൾ നാലും ഒരു പേർ ഡാൻസ് ഗത്തായിരിക്കും. നമ്മളപ്പോ ഒന്ന് പോടാ, ഞാനൊന്നുമില്ല. വല്ല കളയിലൂടെ തെണ്ടി. ഓക്കെ, ഞങ്ങൾ റെഡി. പാട്ടെടുക്കടി, ഇത്തവണ നമ്മൾ അർമാദിക്കും. എന്ത് വാടി, അല്ലെങ്കിൽ 2K കിഡ്സിന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈബൊക്കെ നമ്മൾ 90s കിഡ്സിന് തന്നെയുള്ളു. ഓ, എന്നാ 90s അങ്ങ് ചെയ്ത് കാണിക്കി. ആ, കാണിക്കാടി, കാണിക്കാം. ഇപ്പൊ പാര്. ഡാൻസ് മാസ്റ്റർ കുട്ടി അത്ര മോശമൊന്നും അല്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, ഒരിക്കലും നടക്കാൻ കഴിയാത്തൊരു കാലം. എന്താണ്? ഡയലോഗ് മാറിപ്പോയി, സോറി. ഇതൊക്കെ എന്ത്? ഓഡിയൻസിന്റെ പൾസ് അറിയണം, അതിന് സെൻസ് വേണം. സെൻസ് മതി. എന്നാ പിന്നെ തുടങ്ങിയാലോ? ഇത് തുടങ്ങാതെ ഏച്ചു പോടാ. നല്ല ബെസ്റ്റ് പേരിനെ എനിക്ക് തന്നേക്കുന്നു. തട്ടേ കയറുമ്പോ ഞാൻ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരുമോ? ഞാനൊക്കെ സ്റ്റേജിൽ എന്റെ കഴിവ് പുറത്തെടുക്കും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. കുഞ്ഞാ, ഇപ്പൊ 3-4 തവണയായി നീ സ്റ്റെപ്പ് തെറ്റിക്കുന്നു. നിന്റെ ശ്രദ്ധ എവിടെയാ? എന്താടി, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല. കിച്ച, നിങ്ങളെല്ലാരും അമ്പലത്തിൽ നിന്ന് വന്നോ? ആ, കൃഷ്ണച്ചനൊക്കെ വന്നല്ലോ. അവര് വീട്ടില് കാണും. കുഞ്ഞേച്ചി, എന്നോട് പിണക്കാണോ? എന്തിന്? ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ കുഞ്ഞേച്ചി അവിടെ പോയതും അങ്ങനെയൊക്കെ ആയതും? ഒന്ന് പോടാ, അതുകൊണ്ടൊന്നുമല്ല. അല്ല, എനിക്കറിയാം അതുകൊണ്ടാണെന്ന്. എന്റെ കിമ്മൂട്ട, അതുകൊണ്ടൊന്നും അല്ല. നീ അത് വിട്ടെ. ശരിക്കല്ലേ? അല്ലടാ. കുഞ്ഞേച്ചി, പോയി റെഡിയാവാം. ദേ, അവരെല്ലാരും അമ്പലത്തിൽ പോയി റെഡിയാവാൻ തുടങ്ങി. ഇപ്പോഴും അതൊക്കെ ആലോചിച്ചിരിക്കുക. അതൊക്കെ വിട്ടേ. ദേ, നല്ലൊരു ദിവസമായിട്ട് ഗ്ലൂമി ആവല്ലേ. എനിക്ക് പോയി കുളിച്ചേ ചെല്ല്. சிறு சிட்டிகை பாசம் பெருங்கடலாய் மாற மணி துளி எல்லாமே அரை நொடிக்குள் தீர மழை தரையா உள்ளம் பிசு பிசுப்பை தேட
எதற்கடி திண்டாட்டம் கதகதப்பை காண நிலாவே இனம் சொல்லாமல் சொல்வாயே செங்கோதை மனம் உன் பேச்சில் தந்தாயே உன்னாலே யோசிக்கிறேன் കുഞ്ഞേച്ചി റെഡിയായോ? പിടിത്ത് നടക്കും എന്നിടം കുഞ്ഞേച്ചി എന്ത് നോക്കുക? അത് മാധവ്. ആ ഏട്ടൻ തന്നെയാ. ഏട്ടൻ അമ്പലത്തിലേക്ക് പോയതാ. ഓ. കഴിഞ്ഞില്ലേ? ദേ രാമൻകുട്ടി നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. പോകാം. പോവാം. കുഞ്ഞേച്ചി നമുക്ക് തൊഴുത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കണം. ഉത്സവത്തില്ലേ? വാഹനോട്ടത്തിനൊന്നും ഒരു കുറവും വേണ്ട. പിന്നെ ഇതൊക്കെ ഒരു ഹരല്ലടോ. പിന്നെ ഉത്സവ ബസ് നടക്കണ്ടേ? എല്ലാ റൈഡിലും കയറണം. ബജി, ഐസ്ക്രീം, പോപ്കോൺ എല്ലാം അടങ്ങിക്കണ്ണ് കാണുന്നത് എല്ലാം മേടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. രാമൻകുട്ടി നല്ല ലുക്കായിട്ടാണല്ലോ. നല്ല കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നിന്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. ഷേ, പബ്ലിസിറ്റി ആക്കല്ലേ. അവളുടെ ഒരു വായ്നോട്ടം. ആദ്യം തലെല്ലാം മൊട്ടത്തോട് മാറട്ടെ. താൻ പോടോ രാമൻകുട്ടി. വെറുതെ അല്ലടി അവൻ നിന്നെ കുരുട്ടടക്കിയെന്ന് വിളിക്കുന്നത്. മാളു, അങ്ങോട്ടൊക്കെ നല്ല തിരക്കാവും. അതുകൊണ്ട് അവരുടെ കൈ പിടിച്ച് നടന്നോളാം. കുഞ്ഞ, നീയും? ആ, ഞങ്ങൾക്ക് അറിയാം. കുഞ്ഞേച്ചി, അത് നോക്കിക്കേ. അവിടെ ഇവിടെ നോക്കി നിൽക്കണ്ട. വാ പിള്ളേരെ, തൊഴുതിട്ട് വരാം. അല്ല, മാധു എന്തേ? എടാ അവനിവിടെ മാധു. അവൻ ദേ നിൽക്കുന്നു.